വർഷങ്ങളായി നടപ്പാക്കാത്ത ശമ്പള പരിഷ്കരണത്തിനും തടഞ്ഞുവെക്കപ്പെട്ട ആനുകൂല്യങ്ങൾക്കും വേണ്ടി തൊഴിലാളികൾ സമരം ആരംഭിച്ച് നാളുകളേറെയായി. 2012 സെപ്റ്റംബറിൽ അവസാനിച്ച പേറിവിഷന്റെ കുടിശ്ശിക പോലും ഇതുവരെ തന്നു തീർത്തിട്ടില്ല. 2012 ഒക്ടോബർ മുതൽ പുതിയ പേറിവിഷൻ നടക്കേണ്ടതാണ്. 2004 മുതൽ 2008 വരെയുള്ള ഒരു പേറിവിഷൻ ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പറഞ്ഞാണ് കുറേ വർഷങ്ങളായി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുവച്ചിരിക്കുന്നത്. 1300 തൊഴിലാളികളുടെ എണ്ണം 800 കുറച്ചതിനും കാരണം ഇതുതന്നെ. ഇതിനിടയിലാണ് പ്രോസസ് ഓപ്പറേറ്റർമാരായി 65 പേരെ പുതുതായി നിയമിക്കാൻ ഒരുങ്ങുന്നത്. യാതൊരുവിധ മാനദണ്ഡവുമില്ല, ഒരു റിട്ടേൺ ടെസ്റ്റോ അങ്ങനെ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെയാണ് ഈ 65ഓളം വരുന്ന ജീവനക്കാരെ നിയമിക്കാൻ പോകുന്നത്. പുതിയ നിയമനങ്ങൾ നടത്തുന്ന കാര്യം MDയും സ്ഥിരീകരിച്ചു. MD ഇടപെടാറേയില്ല. ഒരു പ്രോസസ് ഓപ്പറേറ്ററിന്റെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ വേറെ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ട്രെയിനിങ്, അങ്ങനെ 2 പോസ്റ്റിനെ ആളെ എടുക്കുന്നുണ്ട്. വ്യവസായ മന്ത്രിയുടെ ഓഫീസ് നേരിട്ടാണ് നിയമനത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നും ആരോപണമുണ്ട്. സാധാരണഗതിയിൽ നിയമനത്തിന് നോട്ടിഫിക്കേഷൻ നൽകി അപേക്ഷകരിൽ എഴുത്തു പരീക്ഷ നടത്തി വിജയികളെ ഇന്റർവ്യൂ ചെയ്താണ് നിയമനം നടത്തുക. സർക്കാർ സ്ഥാപനമായ റീസ്ട്രക്ചർ ആൻഡ് ഇന്റേണൽ ഓഡിറ്റ് ബോർഡിനാണ് ഈ ചുമതല. എന്നാൽ നോട്ടിഫിക്കേഷൻ മാത്രം നൽകി നേരിട്ട് ഇന്റർവ്യൂ നടത്താനാണ് ഇപ്പോഴത്തെ നീക്കം. സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി കമ്പനിയിലെ തൊഴിലാളികൾക്ക് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കുമ്പോഴാണ് പുതിയ നിയമനങ്ങൾക്ക് MDയുടെ നേതൃത്വത്തിൽ തന്നെ ശ്രമം നടക്കുന്നത്. ഇത് പ്രതിസന്ധിയിലായ കമ്പനിയെ ഒന്നുകൂടി പ്രതിസന്ധിയിലാക്കുകയാണ് ചെയ്യുക. ടൈറ്റാനിയം കമ്പനിയിലെ സമരപ്പന്തലിൽ നിന്നും ക്യാമറമാൻ നിതിൻ ഗോപിയോടൊപ്പം സവാദ് മുഹമ്മദ്, മീഡിയ 1.